നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. പാലക്കാട് കൊപ്പം പോലീസ് സ്റ്റേഷനിലെ SI സുബീഷ് മോൻ പുഴയിൽ മുങ്ങി മരിച്ചു. 38 വയസ്സായിരുന്നു. മാള കുരുവിലശ്ശേരിയിലെ പരേതനായ കോട്ടോളി സുകുമാരന്റെ മകനാണ്. ഇന്ന് വൈകിട്ട് 4-ന് വീട്ടുവളപ്പിൽ സംസ്കാരം നടക്കും. മാളയിൽ 2 കിലോഗ്രാം കഞ്ചാവുമായി യുവാവ് പിടിയിൽ. കണ്ണിക്കര കടുപ്പശ്ശേരി കൊടിയൻ വീട്ടിൽ ജോയലാണ് പോലീസിന്റെ പിടിയിലായത്. മലക്കപ്പാറയിൽ വീണ്ടും കാട്ടാനാക്രമണം. കാട്ടാനാക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. അടിച്ചിൽത്തൊട്ടി കോളനിയിലെ തമ്പാനാണ് പരിക്കേറ്റത്. വാർത്തകൾ വിശദമായി. പാലക്കാട് കൊപ്പം പോലീസ് സ്റ്റേഷനിലെ SI സുബീഷ് മോൻ പുഴയിൽ മുങ്ങി മരിച്ചു. 38 വയസ്സായിരുന്നു. മാള കുരുവിലശ്ശേരിയിലെ പരേതനായ കോട്ടോളി സുകുമാരന്റെ മകനാണ്. ഇന്നലെ ഉച്ചയ്ക്ക് പുലാമന്തോളിൽ ബന്ധുക്കൾക്കൊപ്പം പുഴയിൽ കുളിക്കാനിറങ്ങിയപ്പോൾ പുഴയിൽ മുങ്ങി മരണപ്പെടുകയായിരുന്നു. ഇന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വൈകിട്ട് 4-ന് വീട്ടുവളപ്പിൽ സംസ്കാരം നടക്കും. മൗലാന ആശുപത്രിയിൽ വിവിധ സ്റ്റേഷനുകളിൽ നിന്നെത്തിയ നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ സഹപ്രവർത്തകനെ ഒരു നോക്ക് കാണാൻ എത്തിയിരുന്നു. 1 മാസം മുമ്പാണ് സുബീഷ് മോൻ കൊപ്പത്തേക്ക് സ്ഥലം മാറ്റം കിട്ടി എത്തിയത്. മാളയിൽ 2 കിലോഗ്രാം കഞ്ചാവുമായി യുവാവ് പിടിയിൽ. കണ്ണിക്കര കടുപ്പശ്ശേരി കൊടിയൻ വീട്ടിൽ ജോയലാണ് പോലീസിന്റെ പിടിയിലായത്. പുത്തഞ്ചിറയിൽ കഞ്ചാവ് വിൽപ്പന നടക്കുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ ഡാൻസ് ഓഫ് സംഘത്തിന്റെയും മാള പോലീസിന്റെയും നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് 2 കിലോഗ്രാം കഞ്ചാവുമായി ജോയൽ പിടിയിലായത്. ഇരിങ്ങാലക്കുട DYSP കുഞ്ഞുമൊയ്തീൻ, തൃശൂർ റൂറൽ DCP DYSP N മുരളീധരൻ എന്നിവരുടെ നേതൃത്വത്തിൽ മാള പോലീസ് സ്റ്റേഷൻ SI-മാരായ സൈമൺ, ബിജു, തൃശൂർ റൂറൽ ഡാൻസ് ഓഫ്മാരായ CR പ്രദീപ്, PP ജയകൃഷ്ണൻ, സതീശൻ മടപ്പാട്ടിൽ, റോയ് പൗലോസ്, ASI നജീബ്, P ബാവ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ മാനുവൽ, CPO-മാരായ നിഷാന്ത്, ഷാഗിൽ, അഹമ്മദ്, നജീബ് എന്നിവരാണ് പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നത്. അതിരപ്പള്ളി ആനക്കയത്ത് സ്വകാര്യ ബസിന് നേരെ കാട്ടാന പാഞ്ഞെടുത്തു. ഭാഗ്യം കൊണ്ടാണ് വൻ ദുരന്തം ഒഴിവായത്. മലക്കപ്പാറയിൽ നിന്ന് ചാലക്കുടിയിലേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസിന് നേരെയാണ് കാട്ടാന പാഞ്ഞെടുത്തത്. ഏകദേശം അരമണിക്കൂറിലധികം സമയം റോഡിൽ നിലയുറപ്പിച്ച ആനയെ വനപാലകർ എത്തിയാണ് ഓടിച്ചത്. വനപാലകർ എത്തി ആനയെ റോഡിൽ നിന്ന് മാറ്റിയതോടെ മുന്നോട്ടെടുത്ത ബസ്സിന് നേരെ വീണ്ടും ആന ഓടിയെടുത്തെങ്കിലും ബസ് വേഗത്തിൽ മുന്നോട്ട് പോന്നതോടെ ആന പിന്തിരിയുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഊരുമൂപ്പന്റെ ഭാര്യയെ ആന ചവിട്ടിക്കൊന്നത് ഇതിന് സമീപത്തുള്ള വനത്തിലായിരുന്നു. ആനയുടെ ശല്യം വർദ്ധിച്ചതിനെ തുടർന്ന് വനപാലകർ പെട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. ചൂട് വർദ്ധിക്കുന്നതോടെ കാട്ടാനകളുടെ ശല്യം വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുകയാണ്. യാത്രക്കാർ ഏറെ ശ്രദ്ധിക്കണമെന്ന് വനപാലകർ പറഞ്ഞു. ഇനി വ്രതശുദ്ധിയുടെ നാളുകൾ. കേരളത്തിൽ നാളെ റമദാൻ വ്രതാരംഭം. പ്രാർത്ഥനയുടെയും സമർപ്പണത്തിന്റെയും ദിനങ്ങളുമായി വീണ്ടും ഒരു റമദാൻ കാലം കൂടിയെത്തി. ലോകമെമ്പാടുമുള്ള ഇസ്ലാം മത വിശ്വാസികൾക്ക് ഇനി വ്രതാനുഷ്ഠാനത്തിന്റെയും പ്രാർത്ഥനയുടെയും ആത്മശുദ്ധീകരണത്തിന്റെയും 30 നാളുകൾ. ഇസ്ലാമിക മതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആചാരങ്ങളിലൊന്നാണ് റമദാൻ നോമ്പ്. ഖുറാനിലെ ആദ്യ സൂക്തങ്ങൾ അല്ലാഹു അവതരിപ്പിച്ചത് റമദാൻ മാസത്തിലാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. റമദാൻ നോമ്പിൽ വിശ്വാസികൾ സൂര്യോദയം മുതൽ അസ്തമയം വരെ ഭക്ഷണം, പാനീയങ്ങൾ, മറ്റ് വിനോദ പരിപാടികൾ എന്നിവയിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. ആത്മനിയന്ത്രണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഈ ഉപവാസം ഓർമ്മിപ്പിക്കുന്നു. റമദാൻ നോമ്പെടുക്കുന്നതിലൂടെ ശരീരത്തെയും മനസ്സിനെയും ശുദ്ധീകരിക്കാൻ സഹായിക്കുമെന്നാണ് വിശ്വാസം. ചന്ദ്രപ്ര കാണുന്നത് അനുസരിച്ചാണ് റമദാൻ വ്രതാരംഭത്തിനുള്ള ദിനം കണക്കുകൂട്ടുന്നത്. 9 വയസ്സ് കഴിഞ്ഞ എല്ലാവരും റമദാൻ വ്രതം അനുഷ്ഠിക്കണമെന്നാണ് വിശ്വാസം. രാവിലത്തെ പ്രാർത്ഥനയ്ക്കുള്ള ബാങ്ക് മുഴങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണപാനീയങ്ങൾ പാടില്ല. സൂര്യോദയത്തിന് മുമ്പ് ആരംഭിക്കുന്ന വ്രതം ബാങ്ക് മുഴങ്ങുന്നതോടെയാണ് അവസാനിപ്പിക്കുന്നത്. കൂർക്കഞ്ചേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ പുതിയ OP കെട്ടിടം റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ നാടിന് സമർപ്പിച്ചു. കൂർക്കഞ്ചേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സ അടക്കമുള്ള വികസന പ്രവർത്തനങ്ങൾ ഭാവിയിൽ പരിഗണിക്കുമെന്നും ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപയുടെ ഉപകരണങ്ങൾക്കായി അനുമതി ലഭിച്ചിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ആർദ്രം മിഷന്റെ ഭാഗമായി പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തി 1.5 കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ OP കെട്ടിടം നിർമ്മിച്ചത്. ലാബ്, ഫാർമസി, ഒബ്സർവേഷൻ റൂം, ECG റൂം ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പൂർത്തീകരിച്ചിരിക്കുന്നത്. കോർപ്പറേഷന്റെ 186ാമത്തെ കർമ്മ പദ്ധതിയാണിത്. കോർപ്പറേഷൻ മേയർ MK വർഗീസ് അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി മേയർ ML റോസി, ജില്ലാ മെഡിക്കൽ ഓഫീസർ TP ശ്രീദേവി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ഷാജൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് കണ്ണംകുളത്തി, ആരോഗ്യ കേരള ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ P സജീവ് കുമാർ,
ഡിവിഷൻ കൗൺസിലർ രാഹുൽ നാഥ്, മറ്റ് കൗൺസിലർമാരായ ലിംന മനോജ്, വിനീഷ് തയ്യിൽ, എബി വർഗീസ്, HMC മെമ്പർ MD ഷംസുദ്ദീൻ, മെഡിക്കൽ ഓഫീസർ അജിത, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, ആരോഗ്യ വിഭാഗം ജീവനക്കാർ, HMC അംഗങ്ങൾ, ആശാവർക്കർമാർ, പ്രദേശവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കൊടുങ്ങല്ലൂരിൽ AG സജീവൻ അനുസ്മരണം നടന്നു. തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം T ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. CPM ലോക്കൽ കമ്മിറ്റി അംഗം TP പ്രഭേഷ് അധ്യക്ഷനായി. കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത, CPIM ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ KK ഹാഷിഖ്, TK മധു, വിനയകുമാർ, KK സലീം, കവിത, CA അഷഫ് തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. പാലക്കാട് കൊപ്പം പോലീസ് സ്റ്റേഷനിലെ SI സുബീഷ് മോൻ പുഴയിൽ മുങ്ങി മരിച്ചു. 38 വയസ്സായിരുന്നു. മാള കുരുവിലശ്ശേരിയിലെ പരേതനായ കോട്ടോളി സുകുമാരന്റെ മകനാണ്. ഇന്ന് വൈകിട്ട് 4-ന് വീട്ടുവളപ്പിൽ സംസ്കാരം നടക്കും. മാളയിൽ 2 കിലോഗ്രാം കഞ്ചാവുമായി യുവാവ് പിടിയിൽ. കണ്ണിക്കര കടുപ്പശ്ശേരി കൊടിയൻ വീട്ടിൽ ജോയലാണ് പോലീസിന്റെ പിടിയിലായത്. മലക്കപ്പാറയിൽ വീണ്ടും കാട്ടാനാക്രമണം. കാട്ടാനാക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. അടിച്ചിൽത്തൊട്ടി കോളനിയിലെ തമ്പാനാണ് പരിക്കേറ്റത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.